എല്ലാവർക്കും അറിയാം ഈ കളിക്കാർക്ക് ഇങ്ങനെ കളിച്ചു പോകുന്നു, നമ്മളത് എൻജോയ് ചെയ്യുന്നു. പക്ഷേ ഇവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഈ കളിക്കാർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്നും അതിനെ എങ്ങനെ തരണം ചെയ്യാമെന്നും തിരിച്ചവർക്ക് നല്ല ഊർജ്ജസ്വലതയോടെ എങ്ങനെ കളിക്കാമെന്നും നമുക്കറിയില്ല. എക്സ്ട്രാ കോർപ്പോറിയൽ ഷോക്ക് വേവ്, അതായത് ESWT എന്ന് പറയും. ഇതിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഷോക്ക് വേവ്സ് കടത്തിവിടുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു പേഷ്യൻറ്റിൻ്റെ തോളനാണ് ബുദ്ധിമുട്ടെങ്കിൽ ആ ഭാഗത്ത് നമ്മൾ ഈ ESWT കടത്തി വിടുമ്പോൾ ഷോക്ക് വേവ്സ് അകത്ത് ചെന്ന് അവിടെയുള്ള ടിഷ്യൂസിനെ ഹീലിംഗ് ചെയ്ത് അവിടുത്തെ പെയിനും സ്വെല്ലിങ്ങും കുറയ്ക്കും. ഈ ചെറുപ്പകാലങ്ങളിൽ വരുന്ന ഇഞ്ചുറി പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് ഭാവിയിലേക്കുള്ള വലിയ പ്രശ്നങ്ങളായി മാറാം. കറക്റ്റ് സമയത്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ, ചികിത്സ എടുത്തില്ല എങ്കിൽ വളരെ വലിയ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുള്ള കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമസ്കാരം. സ്പോർട്സും ഗെയിംസും ഇഷ്ടപ്പെടാത്തവരായിട്ട് നമ്മൾ ആരും തന്നെ ഇല്ല. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവരോട് ചോദിച്ചാൽ വരെ അവർക്ക് സ്പോർട്സും ഗെയിംസും ഇഷ്ടമാണ്. ഓഫീസിൽ നിന്ന് രാവിലത്തെ തിരക്കേറിയ ജോലി തിരക്കൊക്കെ ഒഴിഞ്ഞ് വൈകുന്നേരം വന്ന് നമ്മൾ TVയുടെ മുമ്പിലിരുന്നിട്ട് ISLും IPLും മറ്റ് ഗെയിംസും സ്പോർട്സും കണ്ട് എൻജോയ് ചെയ്യുന്നവരാണ്. ഓഫീസിൽ നിന്ന് ലീവ് അടക്കം എടുത്തിട്ട് സ്പോർട്സും ഗെയിംസും എൻജോയ് ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം സ്പോർട്സ് ഇഞ്ചുറീസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എല്ലാവർക്കും അറിയാം ഈ കളിക്കാർക്ക് ഇങ്ങനെ കളിച്ചു പോകുന്നു, നമ്മളത് എൻജോയ് ചെയ്യുന്നു. പക്ഷേ ഇവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഈ കളിക്കാർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്നും അതിനെ എങ്ങനെ തരണം ചെയ്യാമെന്നും തിരിച്ചവർക്ക് നല്ല ഊർജ്ജസ്വലതയോടെ എങ്ങനെ കളിക്കാമെന്നും നമുക്കറിയില്ല. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എൻ്റെ പേര് കിരൺ മേനോൻ, ഫിസിയോതെറാപ്പിസ്റ്റ്, മാന ഹെൽത്ത്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്, ഞാൻ പറഞ്ഞു, സ്പോർട്സ് ഇഞ്ചുറീസിനെ കുറിച്ചിട്ടാണെന്ന്. അപ്പോൾ നമുക്ക് ശരീരത്തിൻ്റെ മുകൾ ഭാഗം മുതൽ താഴെ വരെയുള്ള ഭാഗം എടുക്കുമ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഷോൾഡറിൽ, കൈയിൻ്റെ മുട്ടിന്, ഇടുപ്പിന്, അതായത് ബാക്ക്, ഇടുപ്പ്, മുട്ടിന്, കാൽമുട്ടിന്, ആങ്കിൾ ജോയിൻറ്റിന്, ഇവിടെയെല്ലാം സ്പോർട്സ് ഇഞ്ചുറീസ് വരാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കൈമുട്ടിന് വരുന്നത് റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി ആണ് ഒരു കോമൺ ആയിട്ട് ഇഞ്ചുറി. ക്രിക്കറ്റ് കളിക്കാരിലും ടെന്നീസ് കളിക്കാരിലും വോളിബോൾ കളിക്കാരിൽ, കാരണം അവർ സ്മാഷ് ചെയ്യുമ്പോൾ ബാഡ്മിൻ്റൺ, നമ്മൾ കുറേ പേര് ബാഡ്മിൻ്റൺ കളിക്കാൻ സ്ഥിരമായിട്ട് പോകുന്നവരുണ്ട്. ഇവരിൽ കോമൺ ആയിട്ട് വരുന്നൊരു ഇഞ്ചുറിയാണ് റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി. അതായത് കയ്യിലെ മസിൽസിന്, 4 മസിൽസാണ് മെയിൻലി, ആ 4 മസിൽസിന് വരുന്ന ഒരു ബുദ്ധിമുട്ട് കാരണം വരുന്ന കൈ പൊന്തിക്കാനും നീരും നീർക്കെട്ടും ഒക്കെ വരുന്ന വേദനയും അസഹനീയമായ വേദനയും വരുന്ന ഒരു കണ്ടീഷനാണ് റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി. കൈയിൻ്റെ മുട്ടെടുക്കുകയാണെങ്കിൽ നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാകും, സച്ചിൻ ടെണ്ടുൽക്കറിനടക്കം വന്നിട്ടുള്ളൊരു അസുഖമായിട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ടെന്നീസ് എൽബോ. അപ്പം പലരുടെയും ധാരണ ഉണ്ട് ടെന്നീസ് എൽബോ ടെന്നീസ് കളിക്കാർക്ക് മാത്രമേ വരുള്ളൂ എന്ന്. അതല്ല, ടെന്നീസ് കളിക്കാർക്ക് മാത്രമല്ല, റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി, എന്തെങ്കിലും ജോലി റിസ്റ്റ് കൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നവർക്കും ടെന്നീസ് എൽബോ നമ്മൾ കോമൺലി കണ്ടുവരുന്നൊരു അസുഖമാണ്. റിസ്റ്റിനും വരാറുണ്ട് പല അസുഖങ്ങൾ, കാർപ്പൽ ടണൽ സിൻഡ്രോം പോലത്തെ അസുഖങ്ങൾ. അതുകൂടാതെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള പല അസുഖങ്ങളും റിസ്റ്റിനും വരുന്നുണ്ട്. ഇനി നമ്മൾ താഴേക്ക് വരുമ്പോൾ നമ്മുടെ ബാക്ക് പെയിൻ, കോമൺ ആയിട്ട് സ്പോർട്സ് ഇഞ്ചുറീസിൽ വരുന്നതാണ് ബാക്ക് പെയിൻ. അപ്പം അതും നമ്മൾ എങ്ങനെ തരണം ചെയ്യാമെന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഡിസ്കസ് ചെയ്യാം. കാൽമുട്ടിന് വരുന്ന വേദനകൾ. കാൽമുട്ട് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ജോയിൻ്റാണ്. കുറേ ലിഗമെൻറ്റ്സ്, ACL, PCL, MCL, LCL, ഇങ്ങനെ കുറേ ലിഗമെൻറ്റ്സ്, അതുകൂടാതെ ബർസ, അങ്ങനെ കുറേ സ്ട്രക്ചേഴ്സ് ഉള്ള ഒരു കോംപ്ലക്സ് ജോയിൻ്റാണ് കാൽമുട്ട്. അപ്പം മുട്ടിന് വേദന നമ്മൾ വളരെ കോമൺ ആയിട്ട് ഫുട്ബോൾ കളിക്കാരിൽ കാണുന്ന ഒരു കണ്ടീഷനാണ് ഈ കാൽമുട്ട് വേദനയും അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റ് പ്രശ്നങ്ങൾ, അതായത് നീർക്കെട്ട്, മുട്ടിന് ബലക്കുറവ്, കാൽമുട്ടിലെ മസിൽസിന് ബലക്കുറവ്, ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് സ്പോർട്സ് ഇഞ്ചുറീസിൽ കാണുന്നതാണ്, പ്രത്യേകിച്ച് ഫുട്ബോൾ കളിക്കാരിൽ. പിന്നീട് വരുന്നത് ആങ്കിൾ നമ്മൾ വളരെ നമ്മുടെ നാട്ടിൽ പറയും ഈ പാടത്തുള്ള കളികളിൽ വരെ, അതായത് നമ്മുടെ നാട്ടിൽ സാധാരണയുള്ള പാടത്തുള്ള കളികളിൽ വരെ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് ആങ്കിൾ ട്വിസ്റ്റിംഗ് ആയി പോവുക അല്ലെങ്കിൽ സ്പ്രെയിൻ വരിക എന്നുള്ളത്. അപ്പോൾ ഈ വക കണ്ടീഷൻസ് എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യുമെന്നും അതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നും ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി പ്രിവെൻഷൻ, സ്പോർട്സ് ഇഞ്ചുറീസ് കോമൺ ആയിട്ട് വരാൻ തന്നെയുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ വാമപ്പ് ഇല്ലായ്മ. അതായത് ഒരു ദിവസം എഴുന്നേറ്റ് നേരിട്ട് അങ്ങോട്ട് കളിക്കാൻ പോകുന്ന പ്രവണത, അത് പ്രത്യേകിച്ച് ഇന്നത്തെ ചെറുപ്പക്കാരിൽ വളരെ ഇതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുതന്നെയാണ് ഒരു പ്രധാന കാരണം. അതായത് പ്രോപ്പർ വാമപ്പ്, അവർക്ക് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കണം നമ്മുടെ ശരീരത്തിനെ കണ്ടീഷൻ ചെയ്ത് ഒരു സ്പോർട്ടിലേക്കോ ഒരു ഗെയിമിലേക്കോ വേണ്ടി എങ്ങനെ കണ്ടീഷൻ ചെയ്ത് കൊണ്ടുവരാം എന്നുള്ള
നോളേജ് അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ളൊരു ബോധം അവർക്കില്ല. അത് തന്നെയാണ് ഒരു പ്രധാന കാരണം. പിന്നെ പ്രോപ്പറായിട്ടുള്ള സ്ട്രെച്ചിങ് എക്സസൈസുകൾ, സ്ട്രെങ്തനിങ് എക്സസൈസുകൾ, ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരു ഐഡിയ അവർക്ക് വേണ്ടതാണ്. ഇനി കോമൺ ആയിട്ടൊരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് പ്രൈസ് പ്രോട്ടോക്കോൾ എന്ന് പറയും. പ്രൊട്ടക്ഷൻ, റെസ്റ്റ്, ഐസിങ്, കംപ്രഷൻ, എലിവേഷൻ. അതായത് പ്രൊട്ടക്റ്റ് ചെയ്യുക, ആ ഇഞ്ചുറി വന്ന ഭാഗത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, റെസ്റ്റ് കൊടുക്കുക, ഐസിങ് വെക്കുക, ഐസ് കംപ്രഷൻ. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു ഫുട്ബോൾ കളി വരുമ്പോഴോ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളി വരുമ്പോഴോ എന്തെങ്കിലും ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ഉടനെ ആ ടീമിലെ ഫിസിയോതെറാപ്പിസ്റ്റ് വന്നിട്ട് ഐസ് പാക്ക് വെക്കുന്നതും ആ ഇഞ്ചുറീനെ എത്രയും പെട്ടെന്ന് ആ പ്ലെയറിന് സുഖപ്പെട്ട് ഗെയിം തുടരാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഇതിലേക്ക് ആക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഐസിങ് വളരെ ഇംപ്രഷനാണ്. പിന്നെ ബാൻഡേജ് വെച്ച് നമ്മൾ കംപ്രസ് ചെയ്യുക, കാലൊന്ന് ലിഫ്റ്റ് ചെയ്ത് വെക്കുക. നീരൊക്കെയുള്ള കാലാണെങ്കിൽ ലിഫ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ നീർക്കെട്ട് കുറയാൻ അത് സഹായിക്കുന്നതാണ്. ഇത് കൂടാതെ നമുക്ക് എന്താ പറയുക, സ്ട്രെങ്തനിങ് എക്സസൈസുകളും ഇതൊക്കെ ചെയ്യാം. പിന്നീട് ഫിസിയോതെറാപ്പിയിലുള്ള കുറേ മൊഡാലിറ്റീസ്, അതായത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള, ലേറ്റസ്റ്റ് ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സാ രീതികളുമുണ്ട്. അതിലൊന്നാണ് PCRT. PCRTയുടെ ഫുൾ ഫോം പൾസ്ഡ് സെൽ റിപ്പയർ തെറാപ്പി എന്നാണ്. എന്താണ് ഈ PCRT ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ഒരു കാന്തിക വലയം പോലെ സൃഷ്ടിക്കും. നമ്മുടെ ഏത് ഭാഗമാണോ ഇഞ്ചേർഡ്, ആ ഭാഗത്തിന്, ഏത് ഭാഗത്തിനാണോ ബുദ്ധിമുട്ടുള്ളത് ആ ഭാഗത്തിൻ്റെ ചുറ്റും ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഇതാക്കി, ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ഇലക്ട്രോലൈറ്റ്സ്, അതായത് നമുക്ക് അറിയാം സോഡിയം, പൊട്ടാഷ്യം അങ്ങനെയുള്ള പല ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. ഇലക്ട്രോലൈറ്റ്സിനെയും അയോൺസിനെയും ഒക്കെ വർദ്ധിപ്പിച്ച് അത് കോശങ്ങളുടെ ലെവലിൽ തന്നെ, ഏറ്റവും താഴെയുള്ള ലെവലിൽ നിന്ന് തന്നെ സെൽ റിപ്പയർ ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഇപ്പോൾ ഒരു ഇഞ്ചുറി പറ്റിയ ഏരിയ ആണെങ്കിൽ അവിടെ പുതിയ സെൽ റിപ്പയർ നടത്തി ആ ഭാഗത്തിനെ സുഖപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് രീതിയാണ് പൾസ്ഡ് സെൽ റിപ്പയർ തെറാപ്പി. ഇനി വേറൊരു ട്രീറ്റ്മെൻറ്റ് രീതിയാണ് എക്സ്ട്രാ കോർപ്പോറിയൽ ഷോക്ക് വേവ്, അതായത് ESWT എന്ന് പറയും. ഇതിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഷോക്ക് വേവ്സ് കടത്തി വിടുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു പേഷ്യൻറ്റിൻ്റെ തോളനാണ് ബുദ്ധിമുട്ടെങ്കിൽ ആ ഭാഗത്ത് നമ്മൾ ഈ ESWT കടത്തി വിടുമ്പോൾ ഷോക്ക് വേവ്സ് അകത്ത് ചെന്ന് അവിടെയുള്ള ടിഷ്യൂസിനെ ഹീലിംഗ് ചെയ്ത് അവിടുത്തെ പെയിനും സ്വെല്ലിങ്ങും കുറയ്ക്കും. പിന്നെ നമ്മൾ സാധാരണയായിട്ട് പലരും കേട്ട് വന്നിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ്. ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി കഴിഞ്ഞാൽ മിക്ക ആശുപത്രികളുടെയും ക്ലിനിക്കുകളുടെയും ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയവർക്ക് വളരെ സുപരിചിതമായിട്ടുള്ള മെഷീനറികളാവും IFT, മറ്റേ ടെൻസ് മെഷീൻ, അങ്ങനത്തെ മെഷീൻസൊക്കെ. ക്രയോതെറാപ്പി, അതായത് തണുപ്പ് യൂസ് ചെയ്തുകൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റ് രീതി ക്രയോ. അപ്പോൾ ക്രയോതെറാപ്പി ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ടെൻസ്, IFT എന്നുള്ള മെഷീൻസൊക്കെ വളരെ സുലഭമായിട്ട് കണ്ടുവരുന്ന മെഷീനറീസാണ്. ഇനി പലർക്കും ഒരു ധാരണയുണ്ട്, ഇത് സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പ്ലെയർ വന്നു അല്ലെങ്കിൽ ഒരു കളിക്കാരൻ വന്നു, അദ്ദേഹത്തിനൊരു ഇഞ്ചുറി പറ്റി അദ്ദേഹത്തിൻ്റെ ഡോക്ടർ, ഓർത്തോപീഡീഷ്യൻ ആകട്ടെ അല്ലെങ്കിൽ വേറെ ഏത് വിഭാഗത്തിലെ ഡോക്ടറുമാകട്ടെ, അദ്ദേഹം ഒരു സർജറി പറഞ്ഞു. സർജറി കഴിഞ്ഞതിന് ശേഷം ഫിസിയോതെറാപ്പി പലപ്പോഴും പറയാറുണ്ട്. മിക്കപ്പോഴും കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സർജറി കഴിഞ്ഞിട്ടുള്ള, അതായത് പോസ്റ്റ് സർജിക്കൽ റീഹാബ് എന്ന് നമ്മൾ പറയും. പ്രത്യേകിച്ച് ACL ഇഞ്ചുറീസ്, അതായത് ഫുട്ബോൾ കളിക്കാരിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ACL ഇഞ്ചുറീസിൽ നമ്മൾ കണ്ടിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കളിക്കാരൻ സർജറി കഴിഞ്ഞ് ഏറിപ്പോയാൽ 1 മാസത്തോളം ആവും ഇതിൻ്റെ റീഹാബ് തുടരുന്നത്. അത് വളരെ തെറ്റായ ഒരു പ്രവണതയാണ്. കാരണം ഇതിൻ്റെ റീഹാബ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് 3 to 6 months തന്നെയാണ്. അതായത് അവരുടെ റേഞ്ച് ഓഫ് മോഷൻ, അതായത് നമ്മൾ പറയും കാലിൻ്റെ മുട്ട് ചലിപ്പിക്കാനുള്ള റേഞ്ച് അത് കൂട്ടണം. അതിനുശേഷം മസിൽസിൻ്റെ ശക്തിയും ബലവും കൂട്ടണം. അതിനുശേഷം ഒരു ബാലൻസ് ട്രെയിനിങ് കൊടുക്കണം. അപ്പോൾ ഇതൊരു പലതരത്തിലുള്ള ഘട്ടങ്ങളായി ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെൻറ്റ് രീതികളാണ്. പലരും അത് തുടരാറില്ല. അപ്പം പോസ്റ്റ് സർജിക്കൽ റീഹാബ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനിപ്പം ഷോൾഡറിൻ്റെ സർജറി ആണെങ്കിലും മുട്ടിൻ്റെ സർജറി ആണെങ്കിലും കൈമുട്ടിൻ്റെ സർജറി ആണെങ്കിലും പോസ്റ്റ് സർജിക്കൽ റീഹാബ് എല്ലാവരും പാലിക്കേണ്ട അല്ലെങ്കിൽ തുടരേണ്ട ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഇനി നമ്മൾ വേറെ ഈ നേരത്തെ പറഞ്ഞ മിഷനറീസ് കൂടാതെ ചെയ്യുന്ന മറ്റ് ടെക്നിക്സാണ് ടേപ്പിംഗ്, ഡ്രൈ നീഡ്ലിംഗ്, കപ്പിംഗ് തെറാപ്പി എന്നൊക്കെ. അതായത് മസിൽസിൻ്റെ ചലനങ്ങൾ, എന്താ പറയുക,
ചലനങ്ങൾ, ആവശ്യമില്ലാത്ത ചലനങ്ങൾ, അതായത് നമ്മൾ പറയും കോമ്പൻസേറ്ററി മൂവ്മെൻറ്റ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനും മസിൽസിനെ ശക്തിപ്പെടുത്താനും ബലപ്പെടുത്താനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റ് ടെക്നിക്സാണ്. ട്രിഗർ പോയിൻറ്റ്സ് റിലീസ് ചെയ്യാൻ, അതായത് നമ്മുടെ മസിൽസിൽ നോട്ട്സ് എന്ന് പറയും, ട്രിഗർ പോയിൻറ്റ്സ് എന്ന് പറയും കോമൺ ലാംഗ്വേജിൽ. അതിനെ റിലീസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചില ടെക്നിക്സാണ് ഡ്രൈ നീഡ്ലിംഗ്, കപ്പിംഗ് തെറാപ്പി, മറ്റ് എന്താ പറയുക ടേപ്പിംഗ് ടെക്നിക്സൊക്കെ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും സ്പോർട്സും ഗെയിംസും എൻജോയ് ചെയ്യണം. എൻജോയ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇഞ്ചുറീസ് വരാതെ, അതായത് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും വരാതെ ശാസ്ത്രീയപരമായ രീതിയിൽ വാമപ്പും സ്ട്രെച്ചിങ്ങും ആവശ്യമുള്ള സമയത്ത് ചികിത്സകൾ തേടിയും മുന്നോട്ട് പോകണം. ഇനി അഥവാ ഇഞ്ചുറി സംഭവിച്ചാൽ തന്നെ എത്രയും പെട്ടെന്ന് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടറെ, ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് അവരുടെ സേവനം എടുത്ത് വിദഗ്ധ ഉപദേശം തേടി വേണ്ട രീതിയിൽ അതിന് മുന്നോട്ട് പോകണം. കാരണം ചെറുപ്പകാലങ്ങളിൽ വരുന്ന ഇഞ്ചുറി പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് ഭാവിയിലേക്കുള്ള വലിയ പ്രശ്നങ്ങളായി മാറാം. കറക്റ്റ് സമയത്ത് ട്രീറ്റ്മെൻറ്റ് ചികിത്സ എടുത്തില്ല എങ്കിൽ വളരെ വലിയ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുള്ള കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്പോർട്സ് ഇഞ്ചുറീസും അതിൻ്റെ ചികിത്സകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം. ആരോഗ്യത്തെ സംബന്ധിച്ചിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഞാൻ കിരൺ മേനോൻ, കൺസൾട്ടൻറ്റ് ഫിസിയോതെറാപ്പിസ്റ്റ്, മാനാഹർ.